بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له فأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدًا عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا سيد الأبرار يا سيد الأبرار حبك في دمي نهر على نحب الصبابة جاري لك يا رسول الله في أعماقنا قمم من الإجلال والإكرام فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون صدق الله مولانا العظيم بارك الله لنا ولكم بالقرآن الكريم ونفعنا وإياكم بالآيات والذكر الحكيم وعصمنا وإياكم برحمته من الشيطان الرجيم ആദരണീയരായ മുദരിസ് അഹ്സനി ഉസ്താദ് അവറുകൾ, സദർ ഉസ്താദ്, കമ്മിറ്റി ഭാരവാഹികൾ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ ആദരണീയരായ വ്യക്തിത്വങ്ങൾ, കാരണവന്മാർ, സ്നേഹനിധികളായ സഹോദരി സഹോദരങ്ങൾ, മുതഅല്ലിമുകൾ, പ്രിയപ്പെട്ട കൊച്ചുമക്കളെ, വളരെ മഹത്തായ ഒരു സദസ്സിലാണ് നാം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കും അടുപ്പിക്കുന്ന ഇൽമിൻ്റെ സദസ്സിൽ പങ്കെടുക്കാനുമാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്.
വഖുൽ അമലു ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ. നിങ്ങൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, നിങ്ങളുടെ കർമ്മങ്ങൾ അള്ളാഹുവും അവൻ്റെ റസൂലും മുഅ്മിനീങ്ങളും കാണുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്നുണ്ട്, മുഅ്മിനീങ്ങളായ ആളുകളും കാണുന്നുണ്ട്. സൂറത്തു തൗബയിലെ 105 ആയത്താണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹെ പോലെയുള്ള ഒരുപാട് മുഫസ്സിറുകൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. ഇന്ന അഅമാലക്കും തുഅറദു അലാ അഖരിബായിക്കും വ അശാഇരിക്കും. നിങ്ങളുടെ കർമ്മങ്ങൾ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ബന്ധുക്കൾ, കുടുംബങ്ങൾ, ഉറ്റവർ, ഇഷ്ടജനങ്ങളെല്ലാം കാണുന്നുണ്ട് എന്നാണ്. സാധാരണക്കാരായ നമ്മുടെ ഉമ്മ ഉപ്പമാർക്ക് നമ്മുടെ അമലുകൾ കാണിക്കപ്പെടും. ഇൻ അമിൽതും ഖൈറൻ ഫസ്തബ്ശറു. നല്ലതാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ബർസഖ് ലോകത്ത് നിന്നവർ വല്ലാതെ സന്തോഷിക്കും. എൻ്റെ മക്കൾ എന്നെ ഓർക്കുന്നുണ്ടല്ലോ, എൻ്റെ മക്കൾ സൽക്കർമ്മങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് മരണാനന്തരവും നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ട് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ബന്ധുക്കൾ സന്തോഷിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്കത് കാണാൻ പറ്റും എന്നാണ്. എന്തെങ്കിലും മോശത്തരങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഫയദ്ഊന അല്ലാഹ ലഹും. ഖബറാളികളായ നമ്മുടെ മരണപ്പെട്ടുപോയവർ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും. പടച്ചോനെ പൊറുത്തു കൊടുക്കണം, മക്കളെ നന്നാക്കണം എന്ന് നമ്മുടെ ദുർവൃത്തമാരായ മക്കളെ കണ്ടുകൊണ്ട്, ചീത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മക്കളെ കണ്ടുകൊണ്ട് അള്ളാഹുവിനോട് മരണപ്പെട്ടുപോയവർ ശുപാർശ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് മഹാന്മാരായ മുഹദ്ദിസുകൾ, മുഫസ്സിറുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണക്കാരായ നമ്മുടെ ഉമ്മ ഉപ്പമാർക്ക് നമ്മുടെ അമലുകൾ കാണാൻ കഴിയുമെങ്കിൽ ഈ സദസ്സ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണും എന്നതിൽ യാതൊരു സംശയവും ഇല്ല. സ്വാലിഹീങ്ങളെപ്പറ്റി പറയുന്നത് ഖുർആനിൽ ഒരുപാട് സ്ഥലത്തുണ്ട്. ജിന്നുകൾക്ക് സ്വതവേ അല്ലാഹു സുബ്ഹാനഹു വ തആല പല കഴിവുകളും കൊടുത്തിട്ടുണ്ട്. മനുഷ്യരെ പോലെയല്ല ജിന്നുകൾ. ജിന്നുകൾക്ക് പ്രകൃതിപരമായി തന്നെ അല്ലാഹു ഒരുപാട് കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സൂറത്തു നംലിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പറയുന്നിടത്ത് 1000 ചില്ലാനം കിലോമീറ്റർ ദൂരെ പലസ്തീനിൽ നിന്ന് സബയിലുള്ള ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം ആരാണിങ്ങോട്ട് കൊണ്ടുവരിക എന്ന് ചോദിച്ചപ്പോൾ ഖാല ഇഫ്രീത്തും മിനൽ ജിന്നി അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്ക് ഞാൻ കൊണ്ടുവരാമെന്ന് ജിന്ന് പറഞ്ഞു. ജിന്നുകളിൽപ്പെട്ട ഇഫ്രീത്ത് പറഞ്ഞു. അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യമല്ല. 1200 മേലെ കിലോമീറ്റർ വഴിദൂരമുണ്ട്. അപ്പോഴാണ് വഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്, വേദഗ്രന്ഥങ്ങളിൽ അറിവുള്ള ആസഫ് ഇബ്നുൽ ബർഖിയ എന്ന് പേരുള്ളവർ പറയുന്നു, മനുഷ്യരിൽപ്പെട്ടവരാണ്. ഇബ്നു കസീർ വിശദീകരണം നൽകുന്നത് കാണാം. റജുലുൻ സാലിഹും മിൻ ബനി ഇസ്രായീൽ, ബനു ഇസ്രായീലിൽപ്പെട്ട നല്ല സ്വാലിഹായ മനുഷ്യൻ എന്ന് നമ്മളൊക്കെ പലരെയും പറ്റി പറയാറുണ്ട്. അയാൾ നല്ല മനുഷ്യനാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് വിരോധനകളിൽ നിന്ന് വിട്ടുനിന്ന് ജീവിക്കുന്നവർ. ഔലിയാക്കളൊന്നും ആകേണ്ട വലിയനെ നമുക്ക് കാണാൻ പറ്റും. ഇന്നത്തെ കാലത്ത് സ്വാലിഹീങ്ങളെ കണ്ടാൽ തന്നെ നമ്മൾ പറയും ആള് നല്ല വലിയാണെന്ന് പറയും. നമ്മൾ ഔലിയാക്കളെ കണ്ടിട്ടില്ല. വലിയകളിൽ തന്നെ ഏറ്റവും താഴ്ന്ന കാറ്റഗറിയിലാണ് ആരിഫുകളുള്ളത്. ആ ആരിഫിനെ പറ്റി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ലൗ ദഅൽ ആരിഫു ലസാലത്തിൽ ജിബാൽ.
ഒരു ആരിഫ് ദുആ ചെയ്താൽ, വിലായത്തിന്റെ പദവിയിൽ ഏറ്റവും താഴ്ന്ന കാറ്റഗറിയിലുള്ളവരാണ് ആരിഫ്. അള്ളാഹുവിനെ അറിയുന്നവർ, അള്ളാഹുവിനെ അറിഞ്ഞവർ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ആരിഫ് ദുആ ചെയ്താൽ ലസാലത്തിൽ ജിബാൽ, ഒരു പർവ്വതം അത് നിൽക്കുന്ന സ്ഥലത്ത് നിന്നെടുത്തിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാൻ ആരിഫിന്റെ ദുആഇന് കഴിയുമെന്നാണ്. ഇപ്പൊ സ്വാലിഹായ മനുഷ്യന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ വേറെയും കുറേ സ്ഥലത്ത് സ്വാലിഹിന്റെ പദവികളെ പറ്റി പറയുന്നുണ്ട്. വകാന അബൂഹുമാ സാലിഹ എന്ന് പറഞ്ഞെടുത്ത് ചില മുഫസ്സിറുകൾ പറയുന്നുണ്ട്, 6 തലമുറകൾക്കപ്പുറം നല്ല മക്കൾ ഉണ്ടാകും എന്ന് സ്വാലിഹായ മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽഹാം അറിയിച്ചു കൊടുക്കുന്നുണ്ട്, തോന്നിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ സ്വാലിഹീങ്ങളായി ജീവിക്കുക എന്നത് തന്നെ വലിയ പദവി കിട്ടാനും അള്ളാഹു വലിയ അംഗീകാരങ്ങൾ തരാനുമുള്ള കാരണങ്ങളാണ്. അവർക്കെന്നെ വലിയ 6 തലമുറകൾക്കപ്പുറത്തുള്ളത് കാണാനുള്ള കഴിവ് അള്ളാഹു കൊടുക്കുന്നു എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയപ്പെടുന്നിടത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധമായ ദീന് പറയപ്പെടുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നോട്ടം കിട്ടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അവരൊന്ന് നന്നായി ഒരു നോക്ക് നോക്കൂകിൽ അതിനാൽ വലിയ നീലനെ കൊടുത്തോവർ. ഗൗസുൽ ആലമിനെ പറ്റി മുഹീദ്ദീൻ മാലയിൽ നമ്മൾ പാടാറുണ്ട്, ചൊല്ലാറുണ്ട്. അവരുടെ ഒരു നോട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കിട്ടിയാൽ ദുനിയാവും ആഖിറത്തിലും വലിയ പദവി കിട്ടാൻ അത് തന്നെയാണ് കാരണമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നോട്ടം കിട്ടണം, അള്ളാഹുവിനോടൊരടുപ്പം പ്രാപിക്കണം. അതാണ് നമ്മുടെ മജ്ലിസിന്റെ താല്പര്യം. ഈ മജ്ലിസിൽ നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞ് ഈ മജ്ലിസ് പിരിയുമ്പോൾ നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനോടൊരു ബന്ധം രൂഢമൂലമാക്കണം. ഈമാൻ സലാമത്തായി മരിക്കണം. ഈമാനിയായ കാര്യങ്ങളോടൊരു താല്പര്യം വേണമെന്ന് നമ്മുടെ ഖൽബിൽ തോന്നിക്കിട്ടിയാൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. മഅറൂഫിനിൽ കർഹി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ഗൗസുൽ ആലമിന്റെ മശായിഖുമാരുടെ സിൽസിലയിൽ വരുന്ന മഹാനാണ്. ബഹുമാനപ്പെട്ടവരുടെ സമീപത്ത് മുരീദുമാരിൽ ചിലർ വന്നിട്ട് പറഞ്ഞു, വല്ലാഹി ഇന്നാ നുഹിബ്ബുക യാ ശൈഖനാ, ഉസ്താദേ നിങ്ങളെ ഞങ്ങൾക്ക് വല്ലാത്ത മഹബ്ബത്താണ്, നിങ്ങളെ ഞങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്, ഞങ്ങൾക്ക് വല്ലാത്ത പ്രിയമാണ് അങ്ങോടെന്ന് മുരീദുമാരിൽ ശിഷ്യന്മാരിൽ ചിലർ വന്നിട്ട് മഅറൂഫിനിൽ കർഹി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ മഅറൂഫിനിൽ കർഹി റളിയല്ലാഹു അൻഹു കല്ലെടുത്തിട്ട് പറയാൻ വന്നവരെ എറിയുകയാണ്. ബഹുമാനപ്പെട്ടവർ കല്ലെടുത്ത് എറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അങ്ങയോട് പ്രിയമാണെന്ന് പറഞ്ഞു വന്നവർ അതാ പിന്തിരിഞ്ഞ് ഓടിപ്പോവുകയാണ്. എല്ലാവരും ഓടി ദൂരേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും മുഖറബായ ഒരു ശിഷ്യൻ വന്നിട്ട് ചോദിച്ചു, അല്ല ശൈഖേ, അവരങ്ങയോട് പറഞ്ഞത് അങ്ങയെ ഇഷ്ടമാണെന്നാണല്ലോ, അങ്ങയെ കുറ്റം പറഞ്ഞതല്ലല്ലോ, അങ്ങയെക്കുറിച്ച് മോശം പറഞ്ഞതല്ലല്ലോ, അങ്ങയെ ഇഷ്ടമാണെന്നല്ലേ അവർ വന്ന് പറഞ്ഞത്, പിന്നെന്തിനാണ് അങ്ങ് അവരെ കല്ലെടുത്തെറിഞ്ഞതെന്ന് ശൈഖിനോട് ചോദിച്ചപ്പോൾ ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ, ശരിയാണ്,
അവരെന്നോട് പറഞ്ഞത് എന്നോട് ഇഷ്ടമാണെന്നാണ്. എന്നാൽ എന്നോടുള്ള ഇഷ്ടവും മഹബത്തും സ്വാദിഖാണെങ്കിൽ, യഥാർത്ഥത്തിലുള്ള ഇഷ്ടമാണെങ്കിൽ ഞാൻ കല്ലെടുത്തെറിഞ്ഞാലും അവര് പോകൂല, അവരവിടെ തന്നെ നിൽക്കും. അവർക്ക് ഇഷ്ടമുള്ളത് എന്നിൽ നിന്നുണ്ടാകുമ്പോൾ എന്നെ മഹബത്ത് വെക്കുന്നു. അതല്ല, അവരിഷ്ടപ്പെടാത്തതാണ് ഞാൻ പറയുന്നതെങ്കിൽ അവർ എന്നെ തൊട്ട് ദൂരത്താവുകയും ചെയ്യുന്നുവെങ്കിൽ അത് യഥാർത്ഥ മഹബത്തല്ല. തഅസില്ലിലാഹ വ അൻത തുദ്ഹിറു ഹുബ്ബഹു ഹാദാ മുഹാലും ഫിൽ ഖിയാസി ബദീഉ ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതുഹു ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. ഹുബ്ബുണ്ടെന്ന് പറയുന്നു, സ്നേഹം പ്രകടിപ്പിക്കുന്നു, പുറത്ത് കണ്ടാൽ നല്ല പ്രകടനമാണ്, എല്ലാ നിലയിലും മഹബത്തുണ്ടെന്ന് പറയുന്നു. തഅസില്ലിലാഹ വ അൻത തുദ്ഹിറു ഹുബ്ബഹു. എന്നിട്ട് ആ മഹബത്തിന്റെ തേട്ടത്തിനനുസരിച്ചല്ല പ്രവർത്തനമുള്ളത്. നമുക്ക് ഇഷ്ടപ്പെടുന്നത് പറഞ്ഞാൽ അംഗീകരിക്കും, അതല്ലാത്തത് പറഞ്ഞാൽ പിന്നെ എന്ത് ദീന്? അതാണ് ഇന്നത്തെ പുതിയ തലമുറയുടെ പോക്ക്. ദീനിൽ അങ്ങനെയാണ് നിയമമെന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് അതൊക്കെ നടക്കുമോന്ന് ചോദ്യം ചെയ്യുന്നവരുണ്ട്. ഇന്നത്തെ കാലത്ത് സ്ത്രീ പുരുഷ സങ്കലനം പാടില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം പറയുമ്പോൾ ഇന്നിപ്പോൾ അതൊക്കെ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? പല പേക്കൂത്തുകളെയും പല അസന്മാർഗികതകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിലക്കിയതിനെ കുറിച്ച് പറയുമ്പോൾ ഇതെന്ത് പ്രാകൃതമാണ്, ഇതെന്ത് പഴഞ്ചനാണെന്ന് തോന്നിപ്പോയാൽ അപകടമാണ്. അള്ളാഹുവിനോട് മഹബത്തുണ്ടെന്ന് പറയാൻ പറ്റില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ് ഇന്നല്ലാഹ സമീഉൻ അലീം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജുറാത്തിലെ 1-ാമത്തെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി. അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങൾ ഓവർടേക്ക് ചെയ്യരുത്, അല്ലാഹുവിനെ നിങ്ങൾ മുൻകടക്കരുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻകടക്കരുത്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു വിശദമായ വ്യാഖ്യാനം പറയുന്നിടത്ത് വിശദീകരിക്കുന്നത് കാണാം. അല്ലാഹുവിനെ മുൻകടക്കരുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓവർടേക്ക് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനത്തിന് വിരുദ്ധമായി ഒരു മുഅ്മിനിൽ നിന്നൊരു പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല. വാക്കിന് വിപരീതമായ ഒരു പ്രവർത്തനമോ ഒരു ചിന്തയോ ഒരു മുഅ്മിനിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. മഹാന്മാരായ മുഫസ്സിറുകളെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാം, ഇസ്ലാമിലെ ഇന്നാലിന്ന കാര്യം ഇങ്ങനെയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പോലും പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. ഈ കാര്യം ഇങ്ങനെയായിരുന്നെങ്കിൽ, ഉദാഹരണം പറയാം, ഇന്നിപ്പോൾ വലിയ പ്രയാസമാണ് പല വിഷയങ്ങളും. അത് ഇസ്ലാം ഇങ്ങനെയാണ് വെച്ചിരുന്നതെങ്കിൽ അതെത്ര നന്നായിരുന്നു എന്ന് പറയാൻ പറ്റൂല. ഇസ്ലാമികമായ ജീവിത വ്യവസ്ഥിതികളെയും നിയമങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത് ഇലാഹിയായ ഒരു ദീനാണ്. ഒരു നിയമം പരിശുദ്ധമായ ഇസ്ലാം പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കൃത്യമായ ഇലാഹിയായ ഹിക്മത്തുകളുണ്ട്. അത് അറിഞ്ഞോളണമെന്നില്ല. ആരാധനകളുടെ പിന്നിലുള്ള ഹിക്മത്തുകളെ കുറിച്ച് അറിഞ്ഞിട്ടല്ല വിശ്വാസി ഇബാദത്ത് ചെയ്യുന്നത്. അള്ളാഹു പറഞ്ഞതാണെന്നാണ്. അള്ളാഹു പറഞ്ഞു, ഞാൻ അടിമ, അവൻ റബ്ബ്, എല്ലാം അള്ളാഹുവിന് വിധേയപ്പെടുക എന്നതാണ് ഒരു വിശ്വാസിയുടെ അടിസ്ഥാനം. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് കാണാം, വലൈസ ലിൽ മുഅ്മിനി സിഫതൻ സിഫത്തുൻ വ അശ്റഫ മിനൽ ഉബൂദിയ്യ. ഉബൂദിയ്യത്തിനേക്കാൾ ശ്രേഷ്ഠമായ, അടിമയാകുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു വിശേഷണം ഒരു മുഅ്മിനായ മനുഷ്യന് വേറെ കിട്ടാനില്ല.
സമ്പൂർണവും ഏറെ ശ്രേഷ്ഠവുമായ ഒരു വിശേഷണമാണ് ഒരു അടിമക്ക്, ഒരു അബ്ദിന് അടിമയാവുക എന്നുള്ളത്. അള്ളാഹുവിന്റെ അടിമയാവുക. എന്താണ് അതിന്റെ അർത്ഥം? മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നത് കാണാം. തബറഅ മിൻ ഹൗലിഹി വഖുവ്വതിഹി വഅലിമ അന്നൽ കുല്ല ലഹു വബിഹി. നമ്മുടെ സ്വന്തം കഴിവുകളെ തൊട്ടും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നമ്മളെപ്പോഴും ബാങ്ക് കേൾക്കുമ്പോൾ ചൊല്ലും. എന്താണ് അതിന്റെ അർത്ഥം? ലാ ഹൗല, നന്മകൾ ചെയ്യാനുള്ള യാതൊരു ശക്തിയും കഴിവും എനിക്കില്ല. വലാ ഖുവത, ഒരു ഖുവത്തുമില്ല. തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു ഖുവത്തുമില്ല. തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ശക്തിയില്ല. ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഒരു അടിമ അവന്റെ സ്വന്തം കഴിവിൽ നിന്ന് വിദൂരത്താകലാണ്. മാത്രമല്ല വഅലിമ അന്നൽ കുല്ല ലഹു വബിഹി, എല്ലാം അല്ലാഹുവിന് സമർപ്പിതനാണെന്ന ബോധമുണ്ടാകലാണ്. എല്ലാം അവനെ കൊണ്ടാണെന്ന ചിന്ത കൽബിലുണ്ടാകലാണ് ഒരു അടിമയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാവമെന്ന് മഹാന്മാരായ അഇമ്മത്ത് പഠിപ്പിക്കുമ്പോൾ, പുതിയ കാലത്ത് മനുഷ്യരിങ്ങനെ യുക്തി തേടിക്കൊണ്ടിരിക്കുകയാണ്. നിരീശ്വരവാദികളുടെ, എത്തീസ്റ്റുകളുടെ അജണ്ടയാണ് നമ്മോട് യുക്തി ചോദിക്കൽ. ഇസ്ലാമിൽ ഇന്നാലിന്ന കാര്യമുണ്ടല്ലോ, അതിൻ്റെ പിന്നിലെ യുക്തി എന്താണെന്ന് ചോദിക്കും. നമ്മൾ അതിൻ്റെ പിന്നിലെ യുക്തിക്ക് പിറകിലേക്ക് പോകും. നമുക്ക് ആ യുക്തിയുടെ ആവശ്യമില്ല എന്ന് പറയാൻ കഴിയണം. ഞാൻ അല്ലാഹുവിൻ്റെ അടിമയാണ്, അവനെൻ്റെ ഉടമയാണ്. ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമയാണ്. അവൻ എന്നോട് എന്താണോ കൽപ്പിച്ചത് അതിൽ വിധേയപ്പെടാനാണ് എൻ്റെ നിയോഗമുള്ളത്. അതുകൊണ്ട് യുക്തിക്ക് പിറകിലേക്ക് നോക്കേണ്ടതില്ല, ആലോചിക്കേണ്ടതില്ല. അല്ലാഹുവിൻ്റെ കൽപ്പനകളാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ, ഇസ്ലാമിൻ്റെ കൽപ്പനകളെ എടുത്തു പരിശോധിച്ചാൽ ആലോചിക്കണം നമ്മൾ. ലോകം മുഴുവൻ LGBTQ എന്ന പേരിലുള്ള പല കമ്മ്യൂണിറ്റികൾ വന്നപ്പോൾ ആണും പെണ്ണും മാത്രമല്ല, ആണും പെണ്ണും കെട്ട വിഭാഗമുണ്ടെന്നുള്ള രൂപത്തിൽ 10-30ഓളം ജെൻഡറുകളെ കുറിച്ച് ലോകം സംസാരിച്ചപ്പോൾ ഇസ്ലാം പറഞ്ഞു പാടില്ലാത്തതാണ്. ആണും പെണ്ണും അല്ലാത്ത ഹുൻസ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടാവും. അവരെ കുറിച്ചൊക്കെ വ്യക്തമായ നിവാരണം പഴയ കാലം മുതൽ തന്നെ ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവർക്കുള്ള പരിഗണന ഇസ്ലാം നേരത്തെ കൊടുത്തിട്ടുണ്ട്. ആണും പെണ്ണുമാണെങ്കിൽ, ആണിനോട് സാദൃശ്യമുള്ളതാണെങ്കിൽ ആണിൻ്റെ നിയമങ്ങൾ അവർ ജീവിതത്തിൽ പുലർത്തണം. നിയമങ്ങളും വ്യവസ്ഥകളും എല്ലാം ജീവിതത്തിൽ പുലർത്തണം. പെണ്ണിനോടാണ് അവർക്ക് കൂടുതൽ സാദൃശ്യമെങ്കിൽ പെണ്ണിൻ്റെ നിയമങ്ങൾ. എന്നാൽ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ശരീരം ആണിൻ്റെതും മനസ്സ് പെണ്ണിൻ്റെതും. പല ആളുകളുണ്ട്, ഇന്ന് കാണാം. അങ്ങനെ ഒരു സമൂഹം ആകെ വൃത്തികെട്ടവരായി പോവാണ്. എങ്ങനെ വൃത്തികെട്ടവരായി? നമ്മൾ വെറുതെ പറയുന്നതല്ല. ആണിന്റെ ശരീരവും പെണ്ണിന്റെ മനസ്സുമാകുമ്പോൾ അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് എന്തിനാണ്? മനസ്സിനാണ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്. ശരീരത്തിന് ഇവിടെ കുഴപ്പമൊന്നുമില്ല. ശരീരം ആണിൻ്റെതാണ്, മനസ്സാണ് പെണ്ണിൻ്റെത്. അപ്പൊ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് പകരം ശരീരം ഓപ്പറേഷൻ ചെയ്തുകൊണ്ട്, ആണാണെങ്കിൽ അവരുടെ ആണുങ്ങൾ പെണ്ണാവാനുള്ള ഹോർമോണുകളെല്ലാം കുത്തിവെച്ചുകൊണ്ട് ശരീരത്തിൻ്റെ നല്ല ബലിഷ്ഠമായ ശരീരമൊക്കെ വളരെ നിർമ്മലമാക്കാനും രോമങ്ങൾ കൊഴിഞ്ഞു പോകാനുമുള്ള ചികിത്സയെടുത്തുകൊണ്ട് ശരീരത്തെ അപകടപ്പെടുത്തുന്നു. ബുദ്ധിയല്ലെന്ന് ഇസ്ലാം പറഞ്ഞപ്പോൾ പടിഞ്ഞാറൻ ലോകങ്ങൾ അത് അംഗീകരിച്ചില്ല. എന്നാൽ ഇന്ന് അമേരിക്കയുടെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വന്നപ്പോൾ അദ്ദേഹം അവിടെ പ്രഖ്യാപനം നടത്തുന്നു, there are only 2 genders, male and female. അമേരിക്കയിൽ ഇനി രണ്ട് വിഭാഗങ്ങളേ ഉള്ളൂ, ആണും പെണ്ണും 2 വിഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ജെൻഡറുകളുടെ പേരിൽ ലോകത്തെ മുഴുവൻ തെരുവിലിറക്കി കുതിര കളിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു ഇനി 2 ജെൻഡറുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാലും പുതിയ കാലം അതിൻ്റെ പിന്നാലങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇതൊക്കെയാണ് ലോകമെന്ന് സങ്കല്പിക്കുന്നവർ, തെറ്റിദ്ധരിക്കുന്നവർ. ആണും പെണ്ണും ഇടകലർന്നാലുള്ള പ്രശ്നങ്ങളെപ്പറ്റി പരിശുദ്ധ ദീൻ മുന്നോട്ട് വെച്ചപ്പോൾ, സ്വതന്ത്രമായ ജീവിതത്തെക്കുറിച്ചുള്ള, ജീവിതത്തിൻ്റെ അർത്ഥങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചപ്പോൾ അതിനെ ചോദ്യം ചെയ്തവർ ഇന്ന് മലക്കെ കൈയുയർത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വതന്ത്രമായ ജീവിതം, നിയന്ത്രണങ്ങളില്ലാത്ത ജീവിതം. 2010 മുതൽ 24 വരെ ജനിച്ച ആളുകളെ ആൽഫ ജനറേഷൻ എന്നാണ് പറയപ്പെടുന്നത്. ആൽഫ ജനറേഷന്റെ സ്വഭാവ സവിശേഷതകളെ ഗൂഗിൾ ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. അവർ മുതിർന്നവർ പറയുന്നത് അനുസരിക്കാൻ ഒരുക്കമല്ല എന്നാണ്. ലിബറലുകളാകാൻ താല്പര്യപ്പെടുന്നവരാണ്. അഥവാ സ്വാതന്ത്ര്യം വേണം. ആരെങ്കിലും ഉപദേശിച്ചാൽ അവർ ചിലപ്പോൾ തന്തവൈബ് എന്ന് പറയും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ആ ഉപദേശങ്ങളെ കൈകൊള്ളാൻ മുതിർന്നവരോടുള്ള ആദരവും ബഹുമാനവും അവരിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കും. 2025 മുതൽ അങ്ങോട്ട് ബീറ്റ ജനറേഷനാണ്. കാലഘട്ടം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സാങ്കേതികമായ പുരോഗതികൾ വരും. 2000 കാലയളവിൽ ആധുനിക കാലഘട്ടം എന്ന് പറഞ്ഞിരുന്നവരാണ് നമ്മൾ. 2010-15 ആയപ്പോഴേക്ക് അതിനെ പോസ്റ്റ് മോഡേണിസം എന്ന് പറഞ്ഞു, ഉത്തരാധുനികതയെന്ന് നമ്മൾ വിളിച്ചു. 2025 അതിനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലം, നിർമ്മിത ബുദ്ധിയുടെ കാലം എന്ന് പറയാൻ തുടങ്ങി. മനുഷ്യന്റെ ബുദ്ധിയെ പോലെ റോബോട്ടുകളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന കാലമാണ്. ഇതിനേക്കാൾ സങ്കീർണമായ കാലഘട്ടമാണ് സാങ്കേതികമായ പുരോഗതികളുടെ ഫലമായി ലോകത്ത് വരാനിരിക്കുന്നത്. പക്ഷേ മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം നേരത്തെ കൂട്ടി അറിയുന്നവരാണ്. നഈബു സമാനനാ വൽഐബു ഫീനാ വമാലി സമാനിനാ ഐബു സിവാനാ. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നമ്മൾ കാലഘട്ടത്തെ പഴി പറയുന്നു, കാലഘട്ടത്തെ കുറ്റം പറയുന്നു. ഇക്കാലത്തെ കുട്ടികളൊന്നും പറഞ്ഞാൽ അനുസരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരെ സമൂഹഗാത്രത്തിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തുന്നു. എന്നാൽ കാലഘട്ടത്തിനല്ല കുഴപ്പമുള്ളത്. വൽഐബു ഫീനാ വമാലി സമാനിനാ ഐബു സിവാനാ. പ്രോബ്ലം ഈസ് അവേഴ്സ്. നമ്മുടേതാണ് പ്രശ്നം, നമ്മൾ ഈ കാലത്താണ് എന്നുള്ളതാ പ്രശ്നം. ലാ തസുബ്ബുദ്ദഹർ ഇന്നമാ അനദ്ദഹർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ കാലഘട്ടത്തെ കുറ്റം പറയരുത്, കാലഘട്ടത്തെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. ഇതിനേക്കാൾ സങ്കീർണമായ ഒരു കാലഘട്ടമാണ് വരാനുള്ളത്. ഇപ്പം തന്നെ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ആഴ്ചയിലല്ലേ പിതാവില്ലാതെ ബ്രെയിൻ ട്യൂമറുള്ള ഒരു മാതാവ് എത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണ് സ്വന്തം മകനെ പോറ്റി വളർത്തുന്നത്. ജോലിക്ക് പോകുന്നു, താമരശ്ശേരിയിലുള്ള ഒരു ഉമ്മ ജോലിക്ക് പോകുന്നു, കഷ്ടപ്പെട്ടുകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് മകനെ വളർത്തുന്നു. മൊബൈൽ ഫോൺ വേണമെന്ന് പറയുമ്പോൾ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുന്നു. ബൈക്ക് വേണമെന്ന് പറയുമ്പോൾ ആ രോഗിയായ ഉമ്മ അധ്വാനിച്ചുകൊണ്ട് മകൻ്റെ താല്പര്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. അങ്ങനെ വളർത്തി വലുതാക്കി മകൻ പറക്കമുറ്റതായപ്പോ, 25 വയസ്സുള്ള ചെറുപ്പക്കാരനായപ്പോ, തേങ്ങ പൊളിക്കാൻ വേണ്ടി കൊണ്ടുവന്നു വെച്ച അരിവാളെടുത്തുകൊണ്ട് ഉമ്മയുടെ നെഞ്ചിലേക്ക് കുത്തിയിറക്കിയത് കേട്ടുകഥയല്ല, യഥാർത്ഥത്തിൽ സംഭവിച്ചത്. താമരശ്ശേരിയിൽ നിന്ന് പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ്. നമ്മുടെ സമീപത്തുള്ള വളാഞ്ചേരിയിലുള്ള ചെറുപ്പക്കാരൻ മീഡിയക്ക് നൽകിയ ഇന്റർവ്യൂ നമ്മൾ കാണാനിടയായി. എന്താണതിൽ പറയുന്നത്? എൻ്റെ മുഖം മറച്ചു പിടിക്കേണ്ട ആളുകൾ കാണട്ടെ. 22 വയസ്സുള്ള സമയത്ത് വളാഞ്ചേരിയിലുള്ള എൻ്റെ കൂട്ടുകാരുടെ കൂടെ കോഴിക്കോട് ബീച്ചിലേക്ക് ഞാൻ ടൂർ പോയതാണ്. ആ കൂട്ടുകാരനോട് MDMA രുചിപ്പിച്ചു, ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ തിരിച്ചു വന്നപ്പോൾ വീണ്ടും എൻ്റെ നാട്ടിൽ നിന്നവർ എന്നെ
കൊണ്ടത് ഉപയോഗിപ്പിച്ചു. പിന്നെ ഞാൻ മെല്ലെ മെല്ലെ അതിനഡിക്റ്റായി. പിന്നെ അത് ഉപയോഗിച്ചേ പറ്റൂ എന്ന് വന്നപ്പോൾ എനിക്ക് പണം മതിയാകാതെ വന്നു. ആ പണം സമ്പാദിക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ വിപണനക്കാരനായി, ഞാൻ അതിൻ്റെ കാരിയറായി. അതിൻ്റെ അടുക്കൽ വാങ്ങാൻ വരുന്നവരിൽ ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് എൻ്റെ അടുക്കൽ വന്നിട്ട് MDMA പോലെയുള്ള സിന്തറ്റിക് ലഹരികൾ വാങ്ങിക്കൊണ്ടുപോകാറുണ്ട്. സഹോദരിയും സഹോദരനും വരാറുണ്ട്, ഒരു നാട്ടുകാരായ പലരും വരാറുണ്ട്, ഒരുമിച്ചും ഒറ്റയായും വരാറുണ്ട്. അവസാനം ഇത് വല്ലാത്ത ഒരു അഡിക്ഷനായി, ഭ്രാന്തമായ ഒരു ജീവിതം വന്നപ്പോ ഇതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടതാണ്. അതുകൊണ്ട് ഇത് മാലോകരറിയട്ടെ എന്ന് പറഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നിസാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മാധ്യമങ്ങളുടെ മുന്നിൽ മുഖം മറക്കാതെ വന്ന് പറയുന്നത്, ലഹരിയാണ് നമ്മുടെ തലമുറകളെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തുന്നത് കാണാം. നമ്മുടെ നാടുകളിൽ വിപത്ത് വ്യാപകമാകുമ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ട് പറയുന്നു, കാനൂ ലാ യതനാഗൂന അൻ മുൻകരിൻ ഫഅലൂ ലബിഅസ മാ കാനൂ യഫ്അലൂൻ. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് നബിമാരുടെ ചരിത്രം പറയുന്നുണ്ട്. ആ നബിമാർക്ക് ഭയാനകമായ വിപത്തിറങ്ങിയത്, അദാബിറങ്ങിയതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം പറയുന്നത് എന്താണ്? അവരിൽ പലരും, ആ ഉമ്മത്തിൽപ്പെട്ട പലരുകളും തെറ്റായ പ്രവണതകളിൽ വ്യാപൃതരായപ്പോൾ, തിന്മകളിൽ ലയിച്ചപ്പോൾ നബിമാര് പറയുന്നത് അവരനുസരിക്കാൻ തയ്യാറായില്ല. പരസ്പരം അവർ തെറ്റുകളെ തൊട്ട് ഉപദേശിക്കുകയും തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി അവരോട് കൽപ്പിക്കുകയും ചെയ്തില്ല. അങ്ങനെ വന്നപ്പോൾ കാനൂ ലാ യതനാഗൂന അൻ മുൻകരിൻ ഫഅലൂ ലബിഅസ മാ കാനൂ യഫ്അലൂൻ. അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദുർവൃത്തികളുടെ പരിണിതിയായി അല്ലാഹു അവർക്ക് ഭയാനകമായ ശിക്ഷ നൽകുകയാണ്, വിപത്തിറക്കുകയാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും സഞ്ചരിച്ചാൽ ആ വിപത്തിൻ്റെ അടയാളങ്ങൾ ഇന്നും അവിടെ നമുക്ക് ദൃശ്യമാണ്. സഊദി അറേബ്യയിൽ മദിയനിലൂടെ സഞ്ചരിക്കുമ്പോൾ സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ നിയോഗിച്ച പ്രദേശമാണല്ലോ മദിയൻ പ്രദേശം. അവിടെ അദാബിൻ്റെ ബാക്കി പത്രങ്ങളുണ്ട്. അവിടെ നിന്ന് ജോർദാനിലെ പെട്രയിലൂടെ സഞ്ചരിച്ചാൽ അവിടെയും ഇറങ്ങിയ അദാബിൻ്റെ ബാക്കി പത്രങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾ അത്തരം നഗരങ്ങളിലൂടെ, അദാബിറങ്ങിയ നഗരങ്ങളിലൂടെ സഞ്ചരിക്കാൻ പാടില്ല. വഅൻതും ബാകൂൻ, നിങ്ങൾ കരഞ്ഞുകൊണ്ടല്ലാതെ സഞ്ചരിക്കരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഇത് ഉമ്മത്തിന് പാഠമാണ്. ഇറ്റലിയിലെ പ്യൂംപി നഗരമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഇന്റർനെറ്റിൽ കാണാവുന്നതാണ്. എന്താണ് പ്യൂംപി നഗരം? പരസ്യമായി വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു സമൂഹമാണ്. ആരെയും മടിയില്ല, മാതാപിതാക്കളാണ് മുന്നിലുള്ളതെന്ന ബോധ്യമില്ല, സഹോദരി സഹോദരങ്ങളുണ്ടെന്ന തീർച്ചയില്ല. മനുഷ്യരായി കാണാതെ പരസ്യമായി തോന്നിവാസങ്ങളും വ്യഭിചാരങ്ങളും നടന്നിരുന്ന ഇറ്റലിയിലെ പ്യൂംപി നഗരത്തിൽ അദാബിറക്കുന്നത് എങ്ങനെയാണെന്ന് ചരിത്രം പറയുന്നുണ്ട്. പാറ ഉരുകിയിട്ട് ആ പാറയുടെ ലാവ ഒലിച്ചു വന്നിട്ട് വ്യഭിചാരത്തിൽ ഏർപ്പെട്ട ആളുകളെ മൂടിയിട്ട് അവരങ്ങനെ പ്രതിമയായി, സ്റ്റാച്യുവായി ഇന്നത്തെ തലമുറക്കും പാഠമായി അവശേഷിക്കുകയാണ്. കൂടുതലൊന്നും പോണ്ട. അമേരിക്കയിലെ കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചൽസിലെ തീപിടുത്തത്തെ കുറിച്ച് സമീപ ആഴ്ചകളിലെ നമ്മുടെ വാർത്തയായിരുന്നല്ലോ. ലോകത്ത് തന്നെ ഏറ്റവും നല്ല അഗ്നിശമന സംവിധാനമുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ് ആണ് കാലിഫോർണിയ എന്നിരിക്കെ ലോസ് ഏഞ്ചൽസ് പോലെയുള്ള ലോകത്തിലെ വലിയ വലിയ സെലിബ്രിറ്റികൾ, ലോകത്തറിയപ്പെട്ട ബോളിവുഡ് നടന്മാരെ പോലെയുള്ളവർ താമസിക്കുന്ന
താമസിക്കുന്ന ആ മണിമാളികകൾ പണിത് ബില്യൺ കണക്കിന് ഡോളറുകൾ മുടക്കിക്കൊണ്ട് സുഖാഡംബര ജീവിതം നയിക്കുന്ന ലോസ് ഏഞ്ചൽസിൽ അല്ലാഹുവിന്റെ അദാബായി തീയങ്ങ് പടർന്നു പിടിച്ചപ്പോൾ എല്ലാ സംവിധാനങ്ങളെയും നോക്കുകുത്തികളായി 10-30,000 കിലോമീറ്ററുകളിലേക്ക് തീയങ്ങ് കത്തിപ്പടരുകയാണ്. 13,000-ലേറെ ബിൽഡിങ്ങുകൾ അഗ്നിക്കിരയാവുകയാണ്. കോടാനുകോടി ബില്യൺ ഡോളറുകൾ മുടക്കിക്കൊണ്ട് രമ്യകർമ്മങ്ങളിൽ കഴിയുന്ന സെലിബ്രിറ്റികളുടെ മണിമാളികകൾ കത്തിക്കരിയുന്നത് നോക്കി നിൽക്കാനല്ലാതെ ഈ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല. അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഈദ അബൂബക്കറിൻ റളിയല്ലാഹു അൻഹു അലൽ മിമ്പർ, മിമ്പറിൽ കയറി നിന്നിട്ട് അബൂബക്കറിന് സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, ഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുത്തുനബി പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇന്നന്നാസ ഇദാ റഅഉൽ മുൻകറ വലം യുഗയ്യിറൂഹു, ജനങ്ങൾ തിന്മകൾ കണ്ടു പക്ഷേ അവർ ആ തിന്മകളെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. ഒരു നാട്ടിൽ ഒരു അദാബ് നടക്കുകയാണ്, എന്തെങ്കിലും അധാർമികമായ പ്രവണതകൾ ഒരു നാട്ടിൽ നടക്കുമ്പോൾ ആ നാട്ടിലുള്ളവർ തീരുമാനിക്കുകയാണ്, ഞാനിപ്പോൾ എന്തിനാ അതിൽ ഇടപെടുന്നത്, എന്നെ ബാധിക്കുന്ന വിഷയമൊന്നുമല്ലല്ലോ, എൻ്റെ മോനൊന്നും അതിലില്ലല്ലോ. ബനു ഇസ്രായേലുകാരുടെ അദാബിന്റെ കാരണമായി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഹദീസുകളിൽ കാണാം, പകല് അവർ പറയും നിങ്ങൾ അങ്ങനെ അദാബിലൊന്നും ഏർപ്പെടരുത്, അങ്ങനൊന്നും ചെയ്യരുത്, മോശത്തരങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറയും. വൈകുന്നേരമായാൽ ഈ ആളുകളുടെ കൂടെ തന്നെ ഇരുന്നിട്ട് അവർ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യും, ജ്യൂസ് കുടിക്കുകയും ചെയ്യും. വലിയ അംഗീകാരം അവർക്ക് കൊടുക്കും. ആളുകൾ തിന്മയുടെ ഉപാസകരാകുമ്പോൾ ഒരു നാടിൽ അതിന് ദൗത്യമുണ്ട്, നാടിന്റെ ഉത്തരവാദിത്തമുണ്ട്. അബൂബക്കറിന് സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, ഒരു നാട്ടിൽ തിന്മ കണ്ടപ്പോൾ ആ നാട്ടുകാരതിനെ തടയാൻ ശ്രമിച്ചില്ല, ആ നാട്ടുകാരതിനെ എതിർക്കാൻ ശ്രമിച്ചില്ല. എന്നാൽ അല്ലാഹുവിൽ നിന്ന് അദാബ് ഇറങ്ങുന്നതിനെ അവർ ഭയപ്പെട്ടുകൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അദാബ് ഒന്നിന് പിറകെ ഒന്നായി നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വിപത്തുകളാണ്, നാശനഷ്ടങ്ങളാണ്, പ്രകൃതിക്ഷോഭങ്ങളാണ്, പകർച്ചവ്യാധികളാണ്, പ്രയാസങ്ങളാണ്, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. അതിൻ്റെ കാരണം പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ കൂടെയുണ്ടായാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളിലുണ്ടായാൽ പിന്നെ അവിടെ അദാബ് ഇറങ്ങുന്ന പ്രശ്നമില്ല. നമ്മുടെ നാടുകളിൽ വ്യാപകമായ വിപത്തിന്റെ അല്ലാഹുവിന്റെ അദാബിനെ തൊട്ടുള്ള പ്രതിരോധമാണ് നസീമുൽ മഹബ്ബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്താണ്, മുത്തുനബിയുടെ പാഠങ്ങളെ സമുദായത്തിന് പകർന്നു കൊടുക്കലാണ്. സമീപകാലത്ത് വഫാത്തായ ദക്തൂർ മുഹമ്മദ് അബ്ദു യമാനി എന്നു പേരുള്ള പണ്ഡിതനൊരു ഗ്രന്ഥമുണ്ട്, അല്ലിമൂ ഔലാദകും മഹബ്ബത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ മക്കൾക്ക് മഹബ്ബത്തുൻ നബി പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് ആ ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളിലുണ്ടാകണം. വമൻ തകും ബി റസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖാഹുൽ നുസ്ദു ഫീഹി ആജാമിഹാ തജീമി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായമുണ്ടോ? കൂരിരുട്ടുള്ള കാട്ടിലൂടെ ഏകാന്ത പഥികനായി നിങ്ങൾ യാത്ര ചെയ്യുകയാണ്. നിങ്ങളുടെ ധാരാളം സിംഹങ്ങളുള്ള കാടാണ്. സിംഹം നിങ്ങളെ നേരെ ചാടി വീണാലും മുത്തുനബിയുടെ സഹായമുണ്ടോ? ഭയപ്പെടേണ്ടതില്ല. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ദലായിലുൻ നുബുവയിൽ ഉദ്ധരിക്കുന്ന സംഭവമാണ്. സഫീന റളിയല്ലാഹു അൻഹു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ്. കാട്ടിലൂടെ ഏകാന്ത പഥികനായി സഞ്ചരിക്കേണ്ടി വരുന്നു. കപ്പലിലൂടെ കടലിൽ സഞ്ചരിക്കുമ്പോ കപ്പലിൽ സഞ്ചരിക്കവെയാണ് കടലിന്റെ കര കാണാത്ത നടുവിലെത്തിയപ്പോ ബഹുമാനപ്പെട്ട സഫീന തങ്ങളുടെ ഫങ്കസറത്ത് സഫീനതുഹു, അവിടുത്തെ കപ്പലങ്ങ് പൊളിഞ്ഞു പോവുകയാണ്. കപ്പലിന്റെ അവശിഷ്ടങ്ങളിൽ അള്ളി പിടിച്ചിട്ട് സഫീന തങ്ങളെ രക്ഷപ്പെടുന്നു. കരക്കണഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവരറിയുന്നത് അതാ ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നത് വലിയ കാട്ടിലാണല്ലോ. ഫീഹാ ആജാമുൻ ഗസീറ, ഒരുപാട് സിംഹങ്ങളുള്ള കാടാണ്, കൂരിരുട്ടുള്ള കാടാണ്. ആ കാട്ടിലൂടെ സഫീന റളിയല്ലാഹു അൻഹു ഒറ്റക്ക് ഇങ്ങനെ നടക്കുമ്പോ അദ്ദേഹത്തിന്റെ നേരെ ഒരു സിംഹം അങ്ങ് ചാടി വീഴുന്നു. സഫീന തങ്ങൾ പതറിയില്ല. സിംഹത്തിന്റെ നേരെ വിരല് ചൂണ്ടിയിട്ട് അന മൗലാ റസൂലില്ലാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ആളാണ്, എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ കാട് മുറിച്ച് കടക്കുന്നത് വരെ സിംഹം സഫീന തങ്ങൾക്ക് സെക്യൂരിറ്റി നിന്ന് കൊടുത്ത സംഭവം ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. അതാണ് ബൂസീരി ഇമാം ബുറുദയിൽ ഒരു ബൈത്തിന്റെ പ്രമേയമാക്കിയത്. വമയ്യകും ബിറസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖാഹുൽ ഉസ്ദു ഫീ ആജാമിഹാ തജീമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായം വേണം. എല്ലാ സന്ദർഭങ്ങളിലും മുത്തുനബി നമ്മുടെ കൂടെ വേണം. അതാണ് ഖുർആൻ പറയുന്നത്. അദാബ് ഇറങ്ങാതിരിക്കണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ വേണം, അവിടുത്തെ സഹവാസം വേണം. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, നബിയെ അങ്ങുണ്ടായാൽ പിന്നെ അവിടെ അദാബില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിലുള്ള സ്വലാത്ത് ഉണ്ടാകണം. ഈ മാസത്തിന്റെ പ്രത്യേകത തന്നെ അതാണല്ലോ. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖുത്ബുൽ അഖ്താബ് അവിടുത്തെ ഉന്യയിൽ പറയുന്നുണ്ട്, ഖുസ്സ റജബും ബിൽ ഇസ്തിഗ്ഫാർ. ഇന്നലെ വരെ ഇസ്തിഗ്ഫാർ കൊണ്ട് സജീവമാക്കേണ്ട രാപ്പകലുകളാണ്, രാത്രികളായിരുന്നു. എന്നാൽ വഖുസ്സ ശഅബാനു ബിസ്സലാത്തി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ശഅബാനിന്റെ രാപ്പകലുകളെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് കൊണ്ട് സമ്പന്നമാക്കണം. വമുൻദു അൽജംതു ആഫ്കാരി മാദാഇഹു വജദ്തുഹു ലി ഖലാസി ഖൈറ മുൽതസിമി. നബി കീർത്തനത്തിൽ ഞാൻ ചിന്താത്തളച്ച മുതൽ നബി എൻ്റെ രക്ഷകനായി ഞാൻ കണ്ടു സർവ്വതിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ കൂടെയുണ്ടാകണം. നമ്മളൊരു ആത്മപരിശോധന നടത്തണം. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
എന്നിൽ എത്രത്തോളമുണ്ട് എന്ന് നമ്മൾ പഠനം നടത്തണം. ഇത് സ്വലാത്തിന്റെ മാസമാണ്, മുത്തുനബിയുടെ മാസമാണ്. റജബുൻ ഷഹ്റുല്ലാ വ ശഅബാനു ശഹ്രി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റജബ് അള്ളാഹുവിൻ്റെ മാസവും ശഅബാൻ എൻ്റെ മാസവുമാണ് എന്നാണ്. റജബ് അള്ളാഹിൻ്റെ മാസം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള മാസമൊക്കെ അള്ളാഹുവിൻ്റേത് തന്നെയാണ്. റജബ് മാത്രം അള്ളാഹുവിൻ്റേത് എന്ന് പറഞ്ഞാൽ റജബിന് സാധാരണ മാസങ്ങളിൽ കവിഞ്ഞ മറ്റൊരു പ്രത്യേകതയുണ്ട് എന്നാണ്. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ അഇമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ മാസമാണ് എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാർ കൊണ്ട് അള്ളാഹുവിനോട് തിരിയുന്നവർക്ക് പശ്ചാത്താപം സ്വീകരിക്കുന്ന മാസമായിരുന്നു റജബ് എന്നാണ് അതിൻ്റെ അർത്ഥം. വശഅബാനു ശഹരി, ഒരുപാട് വിശകലനങ്ങൾ മഹാന്മാരായ അഇമ്മത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന് തഹ്വീലുൽ ഖിബ്ല, ഖിബിലയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അനുസരിച്ച് മാറ്റിക്കൊടുത്ത സംഭവം ഈ ശഅബാൻ മാസത്തിന്റെ ഒരു പ്രത്യേകതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തി വോ ഖുദാ ചാഹ്തേ ഹേ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെയും തൃപ്തി. അതാണ് അല്ലാഹുവിൻ്റെ തൃപ്തി, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു ആ ഇഷ്ടം സാധിപ്പിച്ചു കൊടുക്കുകയാണ്. എന്തായിരുന്നു 17 മാസവും ഏതാനും ആഴ്ചകളുമെല്ലാം മുഅ്മിനീങ്ങൾ തിരിഞ്ഞു നിസ്കരിച്ചിരുന്നത് ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു, മസ്ജിദുൽ അഖ്സയിലേക്കായിരുന്നു. വലിയ പവിത്രതയുള്ള ഭവനമാണ് മസ്ജിദുൽ അഖ്സ. എന്നാൽ ലോകത്ത് ആദ്യമായി എടുക്കപ്പെട്ട ഭവനം മസ്ജിദുൽ ഹറാമാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ആദ്യം ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ഭവനം അത് പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമാണ്, പരിശുദ്ധമായ കഅബത്തുല്ലാ. അതിന് ശേഷമാണ് രണ്ടാമത്തതായിട്ടാണ് മസ്ജിദുൽ അഖ്സയുടെ നിർമ്മാണം നടക്കുന്നത്. അബൂദർരിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, സുമ്മമാ, പിന്നെ ഏതാണ് നിർമ്മാണം നടക്കുന്നത്? മുത്തുനബി പറയുന്നു, മസ്ജിദുൽ ഹറാമിന്റെ ശേഷം മസ്ജിദുൽ അഖ്സയാണ്. വകം ബൈനഹുമാ, രണ്ടിന്റെയും ഇടയിൽ എത്ര കാലത്തെ വ്യത്യാസമുണ്ട് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 40 ആമൻ, 40 കൊല്ലത്തെ വ്യത്യാസം. മസ്ജിദുൽ ഹറാം നിർമ്മിച്ച് 40 കൊല്ലം കഴിഞ്ഞ് മസ്ജിദുൽ അഖ്സയും നിർമ്മിക്കുന്നു. ആ മസ്ജിദുൽ അഖ്സയുടെ സമീപത്തിന്റെ പ്രത്യേകത ബാറക്നാ ഹൗല, അതിന്റെ പരിസരങ്ങളിൽ പോലും സമൃദ്ധിയാണ്. വല്ലാത്ത സമൃദ്ധമായ നഗരമാണ് ബൈത്തുൽ മുഖദ്ദസ് ഉൾക്കൊള്ളുന്ന ജെറൂസലേം പ്രവിശ്യ എന്ന പരിശുദ്ധ ഖുർആൻ. ബാറക്നാ ഫീക്കും ഫീഹി എന്നല്ല, ആ പള്ളിയിൽ നാം ബറക്കത്തെടുത്തിരിക്കുന്നു, ബറക്കത്ത് ചെയ്തിരിക്കുന്നു എന്നല്ല പറഞ്ഞത്. മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്, പള്ളിക്ക് സ്വതവേ തന്നെ ബറക്കത്തുണ്ട്. എന്നാൽ ബാറക്നാ ഹൗലഹു, പള്ളിയിൽ മാത്രമല്ല പള്ളിയുടെ ചുറ്റുവട്ടവും സമൃദ്ധമാണ് മസ്ജിദുൽ അഖ്സയുടെ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇസ്റാ നടത്താൻ, രാത്രി യാത്ര നടത്താൻ അല്ലാഹു തെരഞ്ഞെടുക്കുന്ന ഭവനം മസ്ജിദുൽ അഖ്സയാണ്. സറൈത മിൻ ഹറാമി ലൈലൻ ഇലാ ഹറാമി كما سار البدر في داج من الظلام وبت ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي. ഒരാൾക്കും സങ്കല്പിക്കാൻ കഴിയാത്ത, ഒരാളും എത്തിപ്പിടിച്ചിട്ടില്ലാത്ത അത്രയും വലിയ ഉന്നതമായ പദവിയിലേക്ക് മുത്തുനബിയെ യാത്ര കൊണ്ടുപോകുന്നത് ഈ മസ്ജിദുൽ അഖ്സയുടെ പവിത്രമായ ഭൂമിയിൽ നിന്നാണ്. ലോകത്ത് കഴിഞ്ഞുപോയ 1,00,000-ൽ പരം നബിമാർക്ക് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇമാമാക്കി അവിടുത്തെ ലോകത്തിന്റെ നേതാവെന്ന് മാലോകർക്ക് കാണിച്ചു കൊടുക്കുന്ന മുഹൂർത്തം നടക്കുന്ന ഭൂമിയും പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയാണ്. ആ
അഖ്സയിലേക്കാണ് കുറെ കാലങ്ങൾ മുഅ്മിനീങ്ങൾ തിരിഞ്ഞു നിസ്കരിച്ചത്. എന്നാൽ കഅബയോടുള്ള താല്പര്യവും കഅബയോടുള്ള ഉൽക്കടമായ പ്രതിപത്തിയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൽബിൽ തോന്നിയപ്പോൾ അല്ലാഹു സൂറത്തുൽ ബഖറയിലൂടെ പറയുകയാണ്, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ, അങ്ങയുടെ ഖൽബിന്റെ ഉള്ളിലുള്ള ആഗ്രഹം അത് നമ്മൾ അറിയുന്നുണ്ട് നബിയേ. അത് കഅബയിലേക്ക് ഖിബിലയായി കിട്ടാനാണല്ലോ. ഫലനുവല്ലിയന്നക ഖിബിലതൻ തർദാഹാ, അതുകൊണ്ട് അങ്ങ് ഇഷ്ടപ്പെടുന്ന ഭാഗത്തേക്ക് കഅബയിലേക്ക് ഇപ്പോൾ തന്നെ ഖിബിലയാക്കിക്കോളൂ. മസ്ജിദുൽ ഖിബലതൈനിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ നിസ്കാരത്തിൽ തന്നെ ഖിബലയിലേക്ക് കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗ്രഹം അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് ലോകം സൃഷ്ടിച്ചിട്ടുള്ളത്. ആ നബി ഒരു സമുദായത്തിലുണ്ടോ, നമ്മുടെ കൂട്ടത്തിലുണ്ടോ, പിന്നെ അദാബിറങ്ങുന്ന പ്രശ്നമില്ല. അതുകൊണ്ടാണ് സ്വലാത്ത് ചൊല്ലിയാൽ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണെന്ന് ഇമ്മത്ത് പഠിപ്പിക്കുന്നത്. ഹൃദയം ശുദ്ധമാകാൻ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം, കടങ്ങൾ വീടാൻ സ്വലാത്ത് ചൊല്ലണം, പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ സ്വലാത്ത് ചൊല്ലണം. എല്ലാറ്റിനുമുള്ള പരിഹാരമാണ് സ്വലാത്ത്. അസ്വലാത്തു വൽ ബുശ്റ എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഒരുപാട് അനുഭവങ്ങൾ സ്വലാത്തിന്റെ തേരിലേറിക്കൊണ്ട് യാത്ര ചെയ്തുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നേടിയ ഇമ്മത്തിനെ പരിചയപ്പെടുത്തുന്നുണ്ട്, സാലിഹീങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് സ്വലാത്തിന്റെ മാസമാണ് ശഹ്റുസ് സ്വലാത്തി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്ത് നബിയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട മാസമാണ് ശഅബാൻ. റബീഉൽ അവ്വലിൽ മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസം. സ്വലാത്തുകൾ ധാരാളം വർദ്ധിപ്പിക്കേണ്ട, അതാണ് ഈ മജ്ലിസിന്റെ പ്രസക്തി. ഇത് ബുറുദയുടെ മജ്ലിസാണ്. ബിമദ്ഹിൽ മുസ്തഫ തഹ്യിൽ ഖുലൂബ് വതുഗ്തഫറുൽ ഖതായ വദ്ദുനൂബ്. ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കൊണ്ട് ചത്തുപോയ ഖൽബിന് ജീവൻ കിട്ടുമെന്ന് ഇമാമുന ബുസൈരി റളിയല്ലാഹു അൻഹു. നമ്മളെ ഖൽബ് ചത്തു കിടക്കുകയാണ്. അബൂബക്കറിനിൽ വറാഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ റജബിലും ശഅബാനിലുമായി ജീവസുറ്റതാക്കണം, എന്നിട്ട് റമദാനിലേക്ക് കടക്കണം. അതിനുള്ള വഴിയാണ് സ്വലാത്തിന്റെ മാസവും ഇസ്തിഗ്ഫാറിന്റെ മാസവും. ആ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് ഈ ആയത്തും മുന്നോട്ട് വെക്കുന്നത്. സൂറത്തുൽ അൻഫാലിലെ 35-ാമത്തെ ഈ സൂക്തവും മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകണം. മുത്ത് നബിയോടുള്ള ബന്ധം എല്ലാ ദിവസവും എല്ലാ സന്ദർഭങ്ങളിലും നമുക്കുണ്ടാകണം. കാരണം സ്വലാത്തില്ലാത്തവർക്ക് നിസ്കാരമില്ല എന്നല്ലേ. സ്വലാത്തു ചൊല്ലാതെ നിസ്കാരം പൂർത്തിയാകൂലല്ലോ. എല്ലാ ദിവസവും അവിടത്തോടുള്ള ബന്ധം നമുക്കുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകണം നമ്മുടെ അഭയം. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും സ്വഹാബത്തിന്റെ അഭയം അതാണ്. അറിയുമോ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ഖതാദത്ത് ഇബ്നു നുഅ്മാൻ, ഖതാദ റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനാണ്, കല്യാണം കഴിഞ്ഞിട്ട് ദിവസങ്ങളെ പിന്നിടുന്നുള്ളൂ. ഉഹദിന്റെ രണാങ്കണത്തിലേക്കുള്ള വിളിയാളം വരുന്നു. ബഹുമാനപ്പെട്ട ഖതാദത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു ഇറങ്ങി പുറപ്പെടുന്നു. ഉഹദിന്റെ രണാങ്കണത്തിൽ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഖതാദത്ത് ഇബ്നു നുഅ്മാൻ തങ്ങളുടെ കണ്ണിന് അമ്പേൽക്കുന്നു.
കണ്ണ് തെറിച്ച് വീണിട്ട് ആ കണ്ണ് കയ്യിലെടുത്തിട്ട് ഖതാദ തങ്ങൾ ഇലാ ഹദ്റതി റസൂലില്ലാഹ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് വരുന്നു. നബിയേ, ഇതെന്റെ കണ്ണാണ്, ഇതൊന്ന് ശരിപ്പെടുത്തി തരണേ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചെന്നിട്ട് പരിഭവം പറഞ്ഞപ്പോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കണ്ണ് തൽസ്ഥാനത്ത് വെച്ചിട്ടെന്ന് തടവിക്കൊടുത്തപ്പോ ഖതാദ തങ്ങളുടെ കണ്ണതാ പൂർവസ്ഥിതിയിലാവുകയാണ്. പിന്നീട് ചെങ്കണ്ണ് രോഗം വന്നപ്പോ ഈ അമ്പ് പറ്റിയ കണ്ണിന് മുത്തുനബിയുടെ കൈ പറ്റിയ കണ്ണിന് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. മറ്റേ കണ്ണിന് ചെങ്കണ്ണുണ്ട്, ഇതിന് രോഗം ബാധിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അഭയം. എന്ത് പ്രയാസമുണ്ടെങ്കിലും അവർ ചെല്ലുന്നത് മുത്തുനബിയുടെ അടുക്കലേക്കാണ്. വാ മുഹമ്മദാ, എന്റെ ഹബീബായ മുത്തുനബിയുടെ പേരങ്ങ് വിളിക്കുമ്പോഴേക്ക് വേദന മാറിപ്പോകുന്നു, കടം വീടിപ്പോകുന്നു. സ്വഹാബത്തിന് അഭയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ദോഷങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടി മുത്തുനബിയെ സമീപിച്ച ഒരു അഅറാബിയെ സംബന്ധിച്ച് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിയാറത്തിന്റെ മര്യാദകൾ പറയുന്നിടത്ത് ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഉത്ബിയെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു അഅറാബിയായ മനുഷ്യൻ വന്നിട്ട് അവിടെ സിയാറത്ത് ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് ആയത്തോതി, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്ന ആയത്തോതി. സൂറത്തുൻ നിസായിലെ ആയത്താണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ സാന്നിധ്യത്തിൽ വന്ന് ആരെങ്കിലും ഇസ്തിഗ്ഫാർ നടത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് ഇസ്തിഗ്ഫാർ നടത്തും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും ചെയ്യും. ഈ ആയത്തോതിയിട്ട് അഅറാബി പറഞ്ഞു, തങ്ങളെ, ഞാനിതാ അങ്ങയുടെ ചാരത്ത് വന്നിരിക്കുകയാണ്, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് അങ്ങ് പൊറുത്തു തരണം എന്ന് ഈ അഅറാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നത് സയ്യിദുനാ ഉത്ബി റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈദാഹിൽ രേഖപ്പെടുത്തുന്ന സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിയാറത്തിന്റെ ആദാബുകളെ പറ്റി പരിചയപ്പെടുത്തുന്നിടത്ത് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ അഅറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറഞ്ഞിട്ട് അയാൾ തിരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉത്ബി തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഉത്ബി, അയാളോട് പോയിട്ട് പറയണം, ഖദ് ഗഫറല്ലാഹു ലക്, അല്ലാഹു നിനക്ക് പുറത്തു തന്നിട്ടുണ്ട് എന്ന് പറയണം. ദോഷങ്ങൾ പൊറുപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് അവിടുത്തെ ഇഷ്ടമാണ്, അവിടത്തോടുള്ള ബന്ധമാണ് കാരണമാകുന്നത്. അതുകൊണ്ട് സ്വലാത്തിന്റെ മാസത്തിൽ സ്വലാത്തുകൾ ഇങ്ങനെ പെരുപ്പിക്കണം. ധാരാളമായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലിയാൽ അത് ദോഷങ്ങൾ പൊറുപ്പിച്ചു കിട്ടുമെന്ന്, മദ്ഹ് ചൊല്ലിയാൽ പൊറുപ്പിച്ചു കിട്ടുമെന്നാണ്. അതാണ് ഈ മാസത്തിന്റെ പ്രത്യേകതയായി മഹാന്മാരായ അഇമ്മത്ത് രേഖപ്പെടുത്തുന്നതിൽ ഒന്ന് തഹ്വീലുൽ ഖിബ്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മസ്ജിദുൽ അഖ്സയിൽ നിന്ന് കഅബയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിബ്ലയാക്കി പ്രഖ്യാപിക്കുകയാണ്. ഏത് കാലത്താണ്? സൂറത്തുൽ ബഖറ ഇതിന്റെ വിശദീകരണം പറയുന്നിടത്ത് പറയുന്നത് കാണാം, യഹൂദന്മാരും വേദക്കാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന കാലം. വേദഗ്രന്ഥങ്ങളിൽ പരിശുദ്ധ ഖുർആൻ ഇറങ്ങുമ്പോൾ അത് കപടമാണെന്ന് യഹൂദികൾ വാദിച്ചു കൊണ്ടിരിക്കുന്ന കാലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയുള്ള പരാമർശങ്ങൾ അവരുടെ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് കീറിയിട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യാജമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലം.
ഈ തഹ്വീലുൽ ഖിബ്ലയുണ്ടാകുമ്പോൾ വിശ്വാസികൾക്കെതിരെ അവിശ്വാസികൾ വീണ്ടും പ്രശ്നങ്ങൾ ഉന്നയിക്കുമെന്നറിയാം. അവരങ്ങനെ ഉന്നയിക്കുകയും ചെയ്തു. മഹാന്മാരായ മുഫസ്സിറുകൾ ഇതിൻ്റെ അവതരണ പശ്ചാത്തലത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. കണ്ടില്ലേ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്ഥിരതയില്ല എന്ന് പറയാൻ അവർ ഈ ആയത്തിനെ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് സ്ഥിരതയില്ലെന്ന് പറയാൻ കാരണം? ഇതാ കണ്ടില്ലേ, നിങ്ങൾ ഇത്രയും കാലം മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞിട്ട് നിസ്കരിക്കാനാണ് മുഹമ്മദ് നബി പറഞ്ഞത്. എന്നാൽ ഇപ്പോഴിതാ അവിടെ നിന്ന് മാറിയിട്ട് കഅബയിലേക്ക് തിരിയാൻ വേണ്ടി കൽപ്പിക്കുന്നു. ഇത് മുഹമ്മദ് നബി നാളെ വേറെന്തെങ്കിലും പറയും, മറ്റന്നാൾ പിന്നെന്തെങ്കിലും പറയും. അതുകൊണ്ട് ഇത് ശരിയല്ല എന്ന് പറയാൻ യഹൂദന്മാർ ഉപയോഗപ്പെടുത്തുമെന്നറിഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടമായ കഅബയിലേക്ക് അല്ലാഹു തിരിച്ചു കൊടുക്കുകയാണ്. ഈ സംഭവം നടക്കുന്നത് ശഅബാനിലാണെന്ന് പല മുഫസ്സിറുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹുവിൻ്റെ കൽപ്പന ഇറങ്ങിയ മാസമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. നമുക്കൊക്കെ അറിയുന്ന ആയത്താണ്, സൂറത്തുൽ അഹ്സാബിലെ ആയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അല്ലാഹു സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്, മലക്കുകൾ നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും സ്വലാത്തും സലാമും ചൊല്ലണമെന്ന് വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുമ്പോൾ അഇമ്മത്ത് രേഖപ്പെടുത്താണ് ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയാണ് സ്വലാത്തെന്ന്. മുത്തുനബിയുടെ സ്വലാത്ത് മറ്റ് ഇബാദത്തുകളെ പോലെയല്ല, എന്തിനും കൂലി കിട്ടും. ഇപ്പൊ സ്വലാത്ത് ഇറങ്ങിയ മാസമാണ് പരിശുദ്ധമായ ഈ ശഅബാനിന്റെ മാസം. സ്വലാത്ത് ചൊല്ലാനുള്ള കൽപ്പന വച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ആയത്തിറങ്ങിയ മാസമാണെന്ന് മഹാന്മാരായ ഇമാമുമാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മാസത്തെ സംബന്ധിച്ച്. അങ്ങനെ ധാരാളം പവിത്രതയുള്ള ഈ മാസത്തിൽ സ്വലാത്ത് കൊണ്ട് ഹൃദയം സ്ഫുടം ചെയ്താൽ റമദാൻ വല്ലാത്ത അനുഭൂതിയുടെ മാസമാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് സ്വഹാബികളിൽ ചിലർ ചെന്നിട്ട്, താബിഈങ്ങളിൽ ചിലർ ചെന്നിട്ട് ചോദിക്കുന്നു, കൈഫ തസ്തഇദ്ദു ലിശഹ്രി റമദാൻ, നിങ്ങൾ എങ്ങനെയാണ് റമദാനിന് ഒരുങ്ങാറുള്ളത്? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നു, കുന്നാ നഖാഫു അൻ നസ്തഖ്ബില ഹിലാല റമദാൻ, റമദാനിന്റെ മാസപ്പിറവി കാണുന്നത് ഞങ്ങൾക്ക് പേടിയാണ്. കാരണം എന്താണ്? ഞങ്ങളെ ഖൽബ് ശുദ്ധിയല്ലാതെ റമദാനിലേക്ക് കടന്നാ പിന്നെ റമദാനിന്റെ അനുഗ്രഹങ്ങളെ ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ. പലരും കരുതിയത് റമദാനിൽ ഖൽബ് നന്നാക്കാമെന്നാണ്. എന്നാൽ റമദാനിന്റെ അനുഭൂതി ആസ്വദിക്കണമെങ്കിൽ റമദാനിന്റെ മുന്നേ തന്നെ ഒരുക്കം വേണം. വകാന സലഫു കാനൂ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് യദുഊനല്ലാഹ അൻ യുഖബ്ബിലഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഇബാദത്ത് സ്വീകരിക്കാൻ റമദാൻ കഴിഞ്ഞിട്ടുള്ള 6 മാസം ദുആ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടുള്ള 6 മാസം അടുത്ത റമദാനിൽ എത്തിക്കണേ എന്നുള്ള ദുആ ആണ്. അടുത്ത റമദാനിൽ എത്തിക്കണേ എന്ന ദുആ ആണ്. എന്നിട്ട് അതിനു വേണ്ടി ഇങ്ങനെ ഒരുങ്ങാണ്. വെറും നനച്ചുള്ളി കൊണ്ട് ഒരുങ്ങിയാൽ പോരാ. ശാരീരികമായോ വീടിൻ്റെ അകവും പുറവൊക്കെ നല്ല വൃത്തിയാക്കും. പക്ഷേ മനസ്സ് വൃത്തിയാകാതെ റമദാനിലേക്ക് കടന്നാൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, നാളെ മാസം കാണോ, ഇന്ന് മാസം കാണോ എന്ന് ഞങ്ങൾക്ക് പേടിയാണ്. കാരണം ഞങ്ങളെ ഖൽബ് നന്നായിട്ടില്ലല്ലോ പടച്ചോനെ. ഈ ഖൽബ് നന്നാവാതെ പവിത്രമായി മാസത്തിലേക്ക് ഞാൻ കടന്നാൽ എൻ്റെ റമദാന്റെ സ്ഥിതി എന്താകും അറിയൂല. റമദാന്റെ രാത്രികളിൽ ഒന്ന് കണ്ണീരൊലിപ്പിക്കാൻ കഴിയില്ല. കഴിഞ്ഞ റമദാനിന് ഖുർആൻ എടുത്തു വെച്ച് ഓതിയിട്ട് പൂട്ടിവെച്ചതാണ്. ഇന്നേ വരെ ഖുർആനൊന്നും എടുത്തു നോക്കിയില്ല. എത്ര റമദാൻ കഴിഞ്ഞാലും ഒരു റമദാനിൽ ഒരു ഖത്മ് പോലും ഓതി തീർക്കാൻ കഴിയാത്ത ഹതഭാഗ്യരായ മനുഷ്യർ നമ്മുടെ കൂടെയുണ്ട്. ഖുർആനിനോട് ബന്ധമില്ലാതിരിക്കലാണ് ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. മിൻ ഹരീനാരിലാ
أطفأت حر لظى من وردك الشبيب. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലുന്നത് പോലെ ദിവസവും ഖുർആനും പാരായണം ചെയ്യണം. ബുസൈരി ഇമാം പറയുകയാണ്, ആ ഖുർആനിന്റെ ആയത്തിനെ നരകത്തിലെ തീയിനെ ഭയപ്പെട്ടുകൊണ്ട് ആരെങ്കിലും ഓതിയാൽ, പടച്ചോനെ നരകത്തിലെ തീയിൽ നിന്ന് രക്ഷ കിട്ടണമെന്ന് കരുതിയിട്ട് ആരെങ്കിലും ഖുർആനിനെ ഓതിയാൽ ഖുർആനിന്റെ മനോഹാരിത കൊണ്ട്, അതിന്റെ ശൈത്യം കൊണ്ട് നരകത്തിലെ കത്തിയാളുന്ന തീയെ കെടുത്തിക്കളയാനുള്ള പവറുള്ള ഒരായുധം നമ്മുടെ കയ്യിലുണ്ടത് ഖുർആനാണ്. റമദാനിന്റെ മുന്നേ തന്നെ ഖുർആൻ ഓതിയിട്ട് കൽബിനെ ഹയാത്താക്കണം. ദവാഉ ഖൽബിൻ ഖംസതുൻ ഫതിലാവതുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ വഖിയാമു ലൈലിൻ വതളറുഉ ബിസ്സഹർ വമുജാലസാതു സാലിഹീനൽ ഫുളലാ. റമദാനിന്റെ മുമ്പ് ജീവിതത്തിൽ പുലർത്തേണ്ട 5 മെഡിസിനുകളെ പരിചയപ്പെടുത്തുകയാണ്. ചത്തുപോയ കൽബ് ഹയാത്തായി കിട്ടാൻ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്ന നിർദ്ദേശങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് ഖുർആൻ ഓതലാണ്. ദവാഉ ഖൽബിൻ ഖംസതുൻ ഫതിലാവതുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ. അല്ലാഹുവിന്റെ ഖുർആനെ അർത്ഥം അറിഞ്ഞോതാൻ കഴിയുന്നവരങ്ങനെ ഓതണം. അല്ലാത്തവർ ഇത് അള്ളാന്റെ ഖുർആനാണെന്ന വിചാരത്തോടെ എന്നും ഖുർആൻ എടുത്തുകൊണ്ട് ഓതണം. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന് ഒരു ഗ്രന്ഥമുണ്ട്, അത്തിബ്യാനു അലാ ആദാബി ഹമലത്തിൽ ഖുർആൻ എന്ന പേരിൽ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ചിലരൊക്കെ ഒരു റമദാനിൽ ഖുർആൻ എടുത്ത് ഓതിയാൽ പിന്നെ അടുത്ത റമദാൻ വരെ പിന്നെ ഖുർആൻ തൊടൂല. എന്നാൽ ഖൽബ് ഹയാത്തായി റമദാനെ സ്വീകരിക്കാൻ ശഅബാനിൽ തന്നെ ഖുർആൻ ഖത്മ തീർക്കണേ. സലഫു സാലിഹീങ്ങളുടെ ആദത്ത്, അവരുടെ പതിവ് പരിചയപ്പെടുത്തുന്നിടത്ത് കാണാം ദിവസവും ഖത്മ തീർക്കുന്നവരെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസ് പറഞ്ഞുകൊണ്ട് നബവി ഇമാം പറയുന്നുണ്ട്, ധാരാളം അഇമ്മത്തിൽ താബിഈങ്ങളിൽ പെട്ടവർ 3 ദിവസത്തിൽ ഒരു ഖത്മ തീർക്കുന്നവരുണ്ട്, ആഴ്ചയിൽ ഖത്മ തീർക്കുന്നവരുണ്ട്, 8 ദിവസത്തിൽ തീർക്കുന്നവരുണ്ട്, 10 ദിവസത്തിൽ, മാസത്തിൽ, 2 മാസത്തിൽ, 3 മാസത്തിനേക്കാളേറെ ഒരു ഖത്മ തീർക്കാത്ത സന്ദർഭങ്ങൾ ഉണ്ടാകാറില്ല എന്നാണ്. എന്നാൽ ഒരു മാസത്തിൽ 10 ജുസ് കുറഞ്ഞ സമയം, 2 ഖത്മെങ്കിലും ഒരു ഖുർആൻ ഒരു വർഷത്തിൽ ഓതി തീർക്കാത്തവർക്ക് അവരുടെ ഖൽബിൽ ഈമാനിന്റെ നൂറ് കെട്ടുപോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനുമായിട്ട് നല്ല ബന്ധം ഉണ്ടാകണം. റമദാനിൽ മാത്രം ഉണ്ടായാൽ പോരാ. രണ്ടാമത്തേത് വലിൽ ബത്നിൽ ഖലാ, വയറ് കാലിയാക്കണം. സഫ്വാൻ ഇബ്നു സുലൈം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലയഅതിയന്ന അലന്നാസി സമാൻ തകൂനു ഹമ്മതു അഹദിഹിം ഫീഹി ബത്നുഹു. അവസാന കാലഘട്ടം വരാനുണ്ട്, അന്ന് എല്ലാവരുടെയും നിയ്യത്ത് വയറ് നിറക്കണം, വയറ് നിറക്കണം, വയറ് നിറക്കണം. അത് മാത്രമേ നിയ്യത്ത് ഉണ്ടാവുള്ളൂ. അൽഫാമും ബ്രോസ്റ്റും തിന്നണം, ഇതല്ലാത്ത നിയ്യത്ത് ഉണ്ടാവില്ല. ഏത് ഭാഗത്തേക്ക് സഞ്ചരിച്ചാലും ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും പെരുകിക്കൊണ്ടിരിക്കാൻ. എന്തിനാണ്? വയറ് നിറക്കാൻ വേണ്ടി. ചത്തതാണോ അറുത്തതാണോ എന്നൊന്നും മനുഷ്യന്മാർ നോക്കൂല. ഹലാലാണോ ഹറാമാണോ എന്ന് നോട്ടല്ല. സമ്പാദിക്കുന്നതിൽ ഹറാം കലരുന്നുണ്ടോ? ഏതെങ്കിലും രൂപത്തിലുള്ള ട്രേഡിങ്ങുകളുടെ മുതലൊക്കെ സ്വായത്തമാക്കും, സമ്പാദിക്കും. എന്നിട്ടത് മക്കൾക്ക് തിന്നാൻ കൊടുക്കും.
മക്കൾക്ക് ഹലാലായത് തിന്നാൻ കൊടുക്കാതിരുന്നാൽ മക്കൾ ഹറാം പറന്നിടത്താകും. അങ്ങനെ അവർ ഹറാമായി വളർന്നു കഴിഞ്ഞാൽ മക്കൾ വഴികേടിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് ചെന്ന് പരിഭവം പറയുന്ന ഒരു സഹോദരൻ, ശഖാഅൻ ബഅദി ഔലാദിഹി, ചില മക്കളെ പറ്റി പരാതി പറയുന്നവർ പറയുന്നത് കേൾക്കുന്നില്ല എന്നാണ് സങ്കടം.